വാപ്പച്ചിയുടെ പ്രായമുണ്ട്. അയാളുടെ അഹങ്കാരം ഒന്ന് നോക്കിയേ. എന്താണ് അയാളെ പറയുന്നതെന്നൊന്ന് നോക്കിയേ. നിങ്ങളൊന്ന് കേട്ടോക്ക്. എന്നിട്ട് അവന് പറയേണ്ട മറുപടി നമുക്ക് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ മറുപടി ആ കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെച്ചാൽ മതി. ആദ്യം ആ തന്ത പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടോക്ക്. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാർ പോകണ്ട, സൈക്കിളിൽ പോകണം. അപ്പൊ ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ വേറെ കാര്യമില്ലേ, പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞാൽ അത് സാധാരണ വില ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു അഫക്ട് എനിത്തിങ്. സാധാരണ വില കൂടി ഇല്ല, എല്ലാം കൂടും. കൂടാതിരിക്കാൻ ഒക്കില്ല. പെട്രോൾ കുറഞ്ഞു. പെട്രോളിന്റെ വില വർധനവിനെ കുറിച്ച് മീഡിയാസ് ചോദിച്ചതാണ്. അപ്പൊ ഈ തന്തയുടെ മറുപടി കണ്ടോ? അയാൾക്ക് 2 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്, അതുകൊണ്ട് അയാളെ ബാധിക്കില്ല എന്ന്. മനസ്സിലായില്ലേ? പിന്നെ അയാൾ പറയുന്നുണ്ട്, പൈസ ഉള്ളവൻ കാറിൽ പോകണം, അല്ലാത്തവൻ സൈക്കിളിൽ പോകണം. കേട്ടില്ലേ ആ തന്ത പറഞ്ഞ മറുപടി? അയാൾക്ക് ബാധിക്കില്ല എന്ന്. ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്ന ഇവനിക്കൊക്കെ എന്തിനാണ് ഈ 2 ലക്ഷം രൂപ പെൻഷൻ കൊടുക്കുന്നത്? അതായത് ആജീവനാന്ത കാലം ഇവനെല്ലാം ജോലി ചെയ്യുന്നതിന് ഒരണ പൈസ ഇല്ലാതെ ഗവൺമെന്റ് ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട്, ഇല്ലേ? പിന്നെ ഇവനെ പോലുള്ളവന്മാർക്ക് എന്തിനാണ് നമ്മുടെ നികുതി പണം എടുത്തിട്ട് ശമ്പളം, അതായത് പെൻഷൻ കൊടുക്കുന്ന? 2 ലക്ഷം രൂപയാണ് ഇവൻ ചുമ്മാ ഇരുന്ന് വാങ്ങുന്നത്. മനസ്സിലായ? 2 ലക്ഷം രൂപ. അതിന്റെ അഹങ്കാരമാണ് അവൻ അവിടെ പറഞ്ഞത്. എത്രയോ പാവങ്ങളുണ്ട്, ഒരു നേരത്തെ ആഹാരമില്ലാത്തവര്, കേറിക്കിടക്കാൻ ഭൂമിയില്ലാത്തവര്, സ്വന്തമായിട്ട് വീടില്ലാത്തവര്. മനസ്സിലായില്ലേ? ഇവനൊന്നും ഇതൊന്നും ബാധിക്കുന്നില്ല. പാവങ്ങൾക്കാകെ ഗവൺമെന്റ് കൊടുക്കുന്ന 2000 രൂപയാണ് പെൻഷൻ. 2000 രൂപയാണ് പെൻഷൻ. ഇവനിക്കൊക്കെ 2 ലക്ഷം രൂപ പെൻഷൻ കൊടുക്കുകയാണ്. എന്തിന്റെ പേരിൽ? ഇവനൊക്കെ ഗവൺമെന്റ് ജോലിയിൽ ഇരുന്ന സമയത്ത് ശമ്പളം വാങ്ങിയിട്ടില്ലേ? ഇവനൊക്കെ ശമ്പളം വാങ്ങാതെ ഫ്രീ ആയിട്ടാണോ ജോലി ചെയ്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻഷൻ ഏർപ്പാട് ഗവൺമെന്റ് ഇല്ലാതാക്കണം. ഈ 2 ലക്ഷം 1 ലക്ഷം രൂപയ്ക്ക് മേലെ പെൻഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കണം. ഇവനെ പോലുള്ളവന്മാർക്ക് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനൊക്കെ ആജീവനാന്ത കാലം ജോലി ചെയ്ത് ഇവന് കിട്ടാനുള്ളത് അവിടം ഫണ്ട്, മറ്റ ഫണ്ട്, കുഞ്ഞമ്മയുടെ എല്ലാ ഫണ്ടും വാങ്ങിയിട്ട് പോയിട്ട് പിന്നെ ഇവനിക്കൊക്കെ എന്തിനാണ് പെൻഷൻ? ഇവിടെ ഒരു സാധാരണക്കാരായ വയസ്സായ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന 2000 രൂപയാണ് പെൻഷൻ. ഇവനൊക്കെ 2 ലക്ഷം രൂപ. പിന്നെ ഇവനൊക്കെ എങ്ങനെ പറയാതിരിക്കും ഇവനൊക്കെ പ്രശ്നമില്ലാന്ന്? ഇവനിക്കൊക്കെ ഈ പെൻഷൻ കൊടുക്കുന്ന പൈസ എവിടെ നിന്നാണ്? നമ്മുടെയൊക്കെ നികുതി പണമാണ്. ഞാനും നിങ്ങളും പെന്ന് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുന്ന പൈസ ഇന്ന് എടുത്തിട്ടാണ് ഇവനെ പോലുള്ള നാറികൾക്ക് പെൻഷൻ കൊടുക്കുന്ന 2-3 ലക്ഷം രൂപ. പിന്നെ ഇവനിക്കൊക്കെ പറയാതിരിക്കാൻ കഴിയുമോ എനിക്ക് പ്രശ്നമില്ലാന്ന്? സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് ഇവൻ എങ്ങനെയാ മനസ്സിലാക്കുക? ഇവൻ പറയുകയാണ് പറ്റിയില്ലെങ്കിൽ സൈക്കിളിൽ പോകണം. തന്തയുടെ പ്രായമുണ്ട്, എന്നാലും വിളിക്കാം. അതേടാ നാറി, ഞങ്ങളുടെ വിയർപ്പിന്റെ അംശമെടുത്ത് നീ നക്കിയിട്ട് ഞങ്ങൾ സൈക്കിളിൽ പോവാടാ നാറി. അതായത് ഞങ്ങളുടെ വിയർപ്പ്, ഞങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുന്ന പൈസ എടുത്ത് അതിന്റെ നികുതി പണം നിനക്ക് പെൻഷനായിട്ട് തരുമ്പോ നീയും നിന്റെ കുടുംബത്തിലുള്ളവരും നക്കിയിട്ട് ഞങ്ങളോട് പറയാണ് സൈക്കിളിൽ പൊയ്ക്കോളാൻ. പരനാറി. അല്ലാണ്ട് എന്താ പറയാ ഇവന്? അല്ലെങ്കിൽ നിനക്ക് എന്താണോ പറയാനുള്ളത് അത് പറയണം. അതെ, വില കൂടുതലാണ്, കുറയുന്നില്ല, അല്ലെങ്കിൽ കുറയുന്നുണ്ട്, കൂടുന്നുണ്ട്, അതാണ് പറയേണ്ടത്. എനിക്ക് 2 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്, എനിക്ക് ബാധിക്കൂല, സാധാരണക്കാരെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയണം സാധാരണക്കാരൊക്കെ പറ്റിയില്ലെങ്കിൽ സൈക്കിളിൽ പോകണമെന്ന്. അപ്പൊ നിങ്ങൾ തന്നെ പറയ്, കമന്റിൽ പറയ്, ഈ പെൻഷൻ എന്ന് പറയുന്ന പരിപാടി നിർത്തണ്ടേ? പെൻഷൻ എന്തിനാണ് കൊടുക്കുന്നത്? ആജീവനാന്ത കാലം ജോലി ചെയ്യുന്ന ഉമ്മാർക്ക് സർക്കാർ ഇന്ന് ശമ്പളവും കിമ്പളവുമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഉമ്മാർക്ക് പെൻഷൻ കൊടുക്കുന്നത്? അവിടെ വെച്ച് നിർത്തണം. പെൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമല്ല, കൊടുക്കണം. മിലിറ്ററിയിലുള്ളവർക്ക് കൊടുക്കണം, അവർക്ക് കൊടുത്തേ പറ്റൂ. പട്ടാളക്കാർക്ക് പെൻഷൻ കൊടുക്കണം. ബാക്കി ആർക്കും പെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ആ പെൻഷൻ ഒഴിവാക്കിയാൽ തന്നെ കേരളത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, ഒരു ചെറിയ പെൻഷൻ 5000 രൂപയോ 10000 രൂപയോ ഇവനെ പോലുള്ളവന്മാർക്ക് പെൻഷൻ കൊടുക്കണം. അത് മാത്രം മതി ഇവനിക്കൊക്കെ. മനസ്സിലായില്ലേ? ഈ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവനൊക്കെ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാ പറയുക? സാധാരണക്കാരനായ പാവപ്പെട്ട വയസ്സായ അച്ഛനമ്മമാർക്ക് മരുന്ന് മേടിക്കാൻ പോലും പൈസയില്ല. ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ എന്ന് പറയുന്ന 2000 രൂപയാണ്.
ഇവനിക്കൊക്കെ 2 ലക്ഷം 3 ലക്ഷം രൂപയും കൊടുത്തിട്ട് നമ്മുടെ നികുതി പണം എടുത്ത് നമ്മൾ വിയർക്കുന്ന പൈസ എടുത്ത് ഈ നായ്ക്കൾ തിന്നിട്ട് അവൻ പറയുന്ന ഡയലോഗ് കണ്ടില്ലേ? അപ്പൊ ഇവനെ എന്താ പറയണ്ട ഈ നാറീനെ? ഈ നാറിക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ കമന്റിൽ പറഞ്ഞാൽ മതി. അല്ലാണ്ട് എന്താ പറയാ, അവന്റെ കുഞ്ഞമ്മയുടെ തന്തയുടെ പ്രായമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഇവനെയൊക്കെ.